من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ചെറിയ റിസാല ഉസൂലുസ് സുന്ന എന്ന ഗ്രന്ഥത്തിന്റെ വിശദീകരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ചെറിയ റിസാലയിൽ അദ്ദേഹം വിശദീകരിച്ച് വരുന്നത്. അതിന്റെ ഏതാണ്ട് ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഉസൂലുസ് സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം വതർകുൽ ബിദ്അഹ് وكل بدعة فهي ضلالة وترك الخصومات والجلوس مع أصحاب الأهواء وترك المراء والجدال والخصومات في الدين. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഉസൂലുസ് സുന്നത്തി ഇൻദന, നമ്മുടെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ, സുന്നത്തിന്റെ അടിത്തറകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറകൾ, അടിസ്ഥാനപരമായ നിയമങ്ങൾ, ആദർശങ്ങൾ, തത്വങ്ങൾ. അത്തമസ്സുകു മുറുകെ പിടിക്കലാണ്. ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏതൊന്നിലായിരുന്നോ അത് മുറുകെ പിടിക്കലാണ്. അവരുടെ അഖീദ, അവരുടെ വിശ്വാസം, അവർ ജീവിച്ചത് എന്തെന്നിലാണോ അതിനെ മുറുകെ പിടിക്കലാണ്. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ പിന്തുടരലാണ്, അവരെ മാതൃകയാക്കി അവരെ പിന്തുടരലുമാണ്. വതർകുൽ ബിദ്അഇ, മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്തുകളെ വെടിയലുമാണ്. വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ദലാല, എല്ലാ ബിദ്അത്തുകളും, പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് ദലാലത്താണ്, അത് ദുർമാർഗമാണ്. അതേപോലെ തന്നെ വതർകുൽ ഖുസൂമാതി, തർക്കങ്ങൾ, കുതർക്കങ്ങളെ ഉപേക്ഷിക്കലുമാണ്. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാഇ, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തത്തെയും ഉപേക്ഷിക്കലാണ്. ബിദ്അത്തിന്റെ, ഹവയുടെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, അതും ഉപേക്ഷിക്കലാകുന്നു. വതർകുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീനി, അല്ലാഹുവിന്റെ ദീനിൽ, ഈ മതത്തിൽ, പ്രമാണങ്ങളിൽ തർക്കം, കുതർക്കം, അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, അത് ഉപേക്ഷിക്കലുമാണ്. ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളിൽപ്പെട്ടതാണ്, അടിസ്ഥാനപരമായ നിയമങ്ങളിൽ, തത്വങ്ങളിൽപ്പെട്ടതാണ്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് തർക്കം അത് അനുവദിച്ചിട്ടില്ല, പ്രത്യേകിച്ചും പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട വിഷയത്തിൽ. ഇനി സ്ഥിരപ്പെട്ട വിഷയങ്ങളിലാണെങ്കിൽ പോലും അത് എത്രത്തോളം ആകാം
എന്നത് വിശദീകരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കിച്ച് ജയിക്കേണ്ട കാര്യമില്ല, പ്രമാണങ്ങളെ ബയാൻ ചെയ്തു കൊടുക്കൽ മാത്രം. അതേപോലെ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം, ആ വിഷയത്തിൽ ഖുർആനിന്റെ ഹദീസിന്റെ സലഫുകളുടെ നിലപാട് എന്താണ് എന്ന് നിരവധി ഉദ്ധരണികൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരോടൊപ്പമുള്ള ഇരുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നത് നമ്മൾ വിശദീകരിച്ചു. അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കുക, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അവരോടൊപ്പം ചേരുക, അത്തരത്തിലുള്ള ഒന്നും പൂർവികർ അനുവദിച്ചിട്ടില്ല എന്നത് നമ്മളത് ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സലഫുകൾ അതിൽ എത്രത്തോളം സൂക്ഷ്മത കാണിച്ചിരുന്നു. അവരതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം തന്നെ എന്റെ മനസ്സ് അതെന്റെ നിയന്ത്രണത്തിലല്ല. ഹവയുടെ ആളുകളിൽ നിന്ന്, ബിദഅത്തിന്റെ ആളുകളിൽ നിന്ന് വല്ലതും കേട്ടാൽ അതെന്റെ മനസ്സിൽ ചിലപ്പോൾ സ്വാധീനം സൃഷ്ടിക്കും. അങ്ങനെ ഹിദായത്തിൽ നിന്ന് ഞാൻ ദലാലത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ബിദഅത്തിന്റെ ആളുകളിൽ നിന്നൊന്നും തന്നെ അവർ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് നമ്മൾ വിശദമായി നമ്മളത് പറഞ്ഞതാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിൽ ഖുസൂമാത്തുകളും ജിദാലുകളും മിറാഅുകളും തർക്കങ്ങള്, കുതർക്കങ്ങള്, അനാവശ്യമായ വാദപ്രതിവാദങ്ങള് അത് ഉപേക്ഷിക്കുക. അത് നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു. അവിടെ ജിദാല് അത് രണ്ട് രൂപത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ അത് ചിലപ്പോ അത് നിർബന്ധമായി തീരും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഉദ്ധരണികള് നമ്മൾ വായിച്ചു. ഇമാം നവവി പറഞ്ഞത് ഉദ്ധരിച്ചു. അപ്പൊ അനാവശ്യമായ തർക്കങ്ങള് അത് ഒഴിവാക്കുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിദേഹത്തിന്റെ ആളുകൾ, അവയുടെ ആളുകൾ ശക്കുകൾ ഉണ്ടാക്കുമ്പോ, ശുബഹാത്തുകൾ ഉണ്ടാക്കുമ്പോ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ അവരെ ഗണ്ണിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ അവരോട് വാദപ്രതിവാദം നടത്തേണ്ടി വരും. അങ്ങനെ വാദപ്രതിവാദം നടത്തിയതിന്റെ തെളിവ് ഖുർആനിൽ നിന്ന് ഉദ്ധരിച്ചു, ഹദീസിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു. അപ്പൊ അനിവാര്യമാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അഹ്ലുസുന്നത്തിന്റെ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, അതിന് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ അനിവാര്യമാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്നുള്ളതിന്റെ തെളിവ് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നടത്തിയ വാദപ്രതിവാദം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഖവാരിജുകളോട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു നടത്തിയ വാദപ്രതിവാദം നമ്മൾ സൂചിപ്പിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നടത്തിയത് വിശദീകരിച്ചു. അപ്പൊ അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ അത് റെഫർ ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. ഇനി വിശദീകരിക്കാനുള്ളത് അതിന്റെ അടുത്ത ഭാഗം. വസ്സുന്നത്തു ഇൻദനാ ആഥാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആന വഹിയ ദലായിലുൽ ഖുർആനി വലൈസ ഫിസ്സുന്നതി ഖിയാസുൻ വലാ തുദറബു ലഹൽ അംസാലു വലാ തുദറകു ബിൽ ഉഖൂലി വലൽ അഹ്വാഇ ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർകുൽ ഹവാ. ഇനി അതാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വസ്സുന്നത്തു, സുന്നത്ത്, ഇൻദന, ഇൻദന നമ്മുടെ അടുത്ത്. എന്താണ് സുന്നത്ത്? ആഥാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഥാറുകളാണ് നമ്മുടെ അടുക്കൽ സുന്നത്ത്. അസറുൻ ജംഅ് ആസാർ, അവശിഷ്ടം, അടയാളം, ബാക്കി, വിട്ടേച്ചു പോയത്, ആസാർ, അതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. വസ്സുന്നത്തു, സുന്നത്ത്, ഇൻദന, നമ്മുടെ അടുത്ത്, നമ്മുടെ അടുക്കൽ സുന്നത്ത്. അതെന്താണ്? ആസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്.
വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആന. വസ്സുന്നത്തു സുന്നത്താണ്, സുന്നത്ത് തുഫസ്സിറു ഫസ്സറ യുഫസ്സിറു എന്താ തഫ്സീർ വിശദീകരിക്കുക, വ്യാഖ്യാനിക്കുക, വ്യക്തമാക്കുക. വസ്സുന്നത്തു സുന്നത്ത് തുഫസ്സിറു വിശദീകരിക്കുന്നു, ഫസ്സറ യുഫസ്സിറു തഫ്സീർ വ്യാഖ്യാനം വിശദീകരണം. തുഫസ്സിറു വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു അൽ ഖുർആന എന്തിനാ? ഖുർആനിന്, ശുദ്ധ ഖുർആനിന്. ഖുർആനിന്റെ വിശദീകരണമാണപ്പോ സുന്നത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. വഹിയ ദലായിലുൽ ഖുർആൻ, അത് ഖുർആനിന്റെ ദലീലാണ്. ദലായിൽ ദലീല് തെളിവ്, രേഖ. ഇവിടെ വേറൊരു അർത്ഥം കൂടി പറഞ്ഞിട്ടുണ്ട്, ഗൈഡ് എന്നുള്ള അർത്ഥം. ദലീല് ഗൈഡ്. വഹിയ അത് ഏത്? അസ്സുന്ന. വഹിയ പറഞ്ഞാല് അസ്സുന്നത്തു, സുന്നത്ത് അതായത് ഹിയ വഹിയ അത്. ദലായിലുൽ ഖുർആനി, ഖുർആനിന്റെ ഗൈഡാകുന്നു, അല്ലെങ്കിൽ ഖുർആനിനെ വിശദീകരിക്കാനുള്ള രേഖകളാകുന്നു, തെളിവുകളാകുന്നു. ശരിക്കും ഗൈഡ് എന്നുള്ള അർത്ഥം, വഴികാട്ടി. വലൈസ ഫിസ്സുന്നത്തി ഖിയാസുൻ, അത് വേറൊരു വകുപ്പിലേക്ക് പോവാണ്. അപ്പൊ ഈ 3 ഉദ്ധരണികൾ ശ്രദ്ധിക്കാം. വസ്സുന്നത്തു സുന്നത്ത് ഇൻദന നമ്മുടെ അടുക്കൽ. അവിടെ ഇൻദന എന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉസൂലു സുന്നത്തി ഇൻദന എന്താണ് അർത്ഥം? ഇൻദന ആരാണ് ഇൻദന? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത്. വസ്സുന്നത്തു സുന്നത്ത് ഇൻദന നമ്മുടെ അടുത്ത്, സലഫികളുടെ അടുത്ത്, അഹ്ലുസുന്നത്തിന്റെ അടുത്ത്, അഹ്ലുൽ ഹദീസിന്റെ അടുത്ത്. എന്താണ് സുന്നത്ത്? ആസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. അപ്പൊ ഇവിടെ വേറെ വിശദീകരണ പേരാണ്. എന്താണ് സുന്നത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ് സുന്നത്ത്. 2, ഖുർആനിന്റെ വിശദീകരണമാണെന്ത്? ഖുർആനെ വിശദീകരിക്കുന്നത് വിശദീകരണമാകുന്നു സുന്നത്ത്. 3, ഖുർആനിലുള്ള ഗൈഡാണ് ഏത്? സുന്നത്ത്. ഇങ്ങനെ 3 വിഷയങ്ങളാണ് പറഞ്ഞത്. നേരത്തെ നമ്മള് സുന്നത്ത് എന്താന്നുള്ളത് പറഞ്ഞപ്പോ സുന്നത്തിന്റെ നിർവചനം ഭാഷാപരമായി നമ്മൾ വിശദീകരിച്ചു. ത്വരീഖ്, സബീൽ, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. സിറാത്ത്, ഇതൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. മാർഗം, വഴി, ചര്യ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് എന്താണ് മുഹദ്ദിസീങ്ങളുടെ അടുത്ത്, ഉസൂലി പണ്ഡിതന്മാരുടെ അടുത്ത്, അതേപോലെ തന്നെ അഖീദ പണ്ഡിതന്മാരുടെ അടുത്ത്, അതേപോലെ തന്നെ ഫുഖഹാക്കളുടെ അടുത്ത് 4 രൂപത്തിൽ എന്താണ് സുന്നത്ത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ മുഹദ്ദിസീങ്ങളുടെ അടുത്ത് സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുഹദ്ദിസീങ്ങള് അപ്പൊ 4 രൂപത്തിലാണ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നത് വസ്സുന്നത്തു സുന്നത്ത് എന്നാൽ ഇൻദന അഹ്ലുസുന്നത്തിന്റെ അടുത്ത് സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആസാറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. ആസാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള മാ ജാഅ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, ഫിഅല്, തഖരീർ, ഇതാണ് ആസാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് സുന്നത്ത്, ഹദീസ്, ഖബർ, അസർ ഇതൊക്കെ ഏതാണ്ട്
ഒരേ അർത്ഥങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിൻ്റെതായ ആളുകൾ നൽകിയിട്ടുണ്ടെന്ന് മാത്രം. സുന്നത്ത് ഹദീസ് എന്ന് പറയും, അതിന് തന്നെ ഖബർ എന്ന് പറയും, അതിന് തന്നെ അസർ എന്ന് പറയും, അതൊക്കെ അതിന് പറയും. അപ്പൊ എന്താണ് അസർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഖൗല്, ഫിഅല്, തഖ്രീർ. എന്നാൽ അതിന്റെ വേറെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് പൊതുവെ ഹദീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണെന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലും ഫിഅലും തഖ്രീർ. അസർ എന്നുള്ളത് സാധാരണ പ്രയോഗിക്കാറുള്ളത് രണ്ട് രൂപത്തിലും പണ്ഡിതന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്, രണ്ട് രൂപത്തിലും അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ സാധാരണയായിട്ട് സ്വഹാബികളിൽ നിന്നുള്ള, അവരിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ മതപരമായ വിശദീകരണങ്ങൾക്ക്, അതേപോലെ തന്നെ താബീങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മതപരമായ വിശദീകരണങ്ങൾക്ക് അസർ എന്ന് പറയും. ഇതാണ് ശരിക്കും അസർ എന്ന് പറയാം. മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതിനും അസർ എന്ന് പറയും. എന്നാൽ സാധാരണ അസർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഹദീസ് എന്ന് പറയുകയും, സഹാബികളിൽ നിന്ന് അല്ലെങ്കിൽ താബീങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുൻഗാമികളിൽ നിന്ന്, സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ സാധാരണ നമ്മൾ പറയും അവരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. എന്നാൽ അത് തന്നെ മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഫിഅല്, ഖൗല്, തഖ്രീർ, അതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അത് അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ആസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുന്നത്ത്, ഹദീസ്, ഖബർ, അസർ ഇതൊക്കെ ഏതാണ്ട് എന്റെ അർത്ഥത്തിലാണ്. മുഹദ്ദിസിന് അൽ അസരി എന്ന് പറയാറുണ്ട്. അസരി മുഹദ്ദിസിന്. ഹദീസുകൾ അവർ അവലംബിച്ച് ജീവിക്കുന്നു, ഹദീസുകൾക്ക് അവർ ഇമ്പോർട്ട് കൊടുക്കുന്നു, ഹദീസുകൾ അവർ ആധാരമാക്കുന്നു. ഖുർആൻ, ഹദീസ്, അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ പരിശോധിക്കുന്നു, ആ തെളിവുകൾ അവർ സ്വീകരിക്കുന്നു, ആ പ്രമാണങ്ങൾ അവർ അംഗീകരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഹദ്ദിസ് അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, സലഫുകളുടെ അതേ രീതി, അതേ കാഴ്ചപ്പാട്, അതേ മനഹജ്, അവർക്ക് എന്ത് പറയാറുണ്ട്? അസരി എന്ന് പറയാറുണ്ട്. അസരി. അപ്പൊ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ എന്ന് പറഞ്ഞ ഹദീസ് തന്നെയാണ്. അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅല്, ഖൗല്, തഖ്രീർ. അപ്പൊ ഇവിടെ ഒന്നും മറ്റേ നിർവചനം നമുക്ക് കാണാൻ പറ്റൂല. സുന്നത്തിന്റെ നിർവചനം പറഞ്ഞ കൂട്ടത്തിൽ ഫുഖഹാക്കളുടെ നിർവചനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്താൽ കൂലിണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം. യഥാർത്ഥത്തിൽ അത് ആരുടെ നിർവചനാണെന്നുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ വേഗം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ക്ലിക്കാകുന്നത് ആ ഒരു നിർവചനം. അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്ന് പറയുമ്പോൾ പലർക്കും പുച്ഛാണ്. യഥാർത്ഥത്തിൽ ആ ഒരു നിർവചനം നൽകിയിട്ടുള്ളത് ചില ഫുഖഹാക്കളാണ്. ഷാഫി മദ്ഹബിൽപ്പെട്ട അങ്ങനത്തെ ചെറിയ ചില ഫുഖഹാക്കൾ മാത്രമാണ്. പൊതുവെ അസർ അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുമ്പോൾ മൊത്തത്തിൽ ഇസ്ലാമിന്റെ ആദർശം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മൻഹജ്, ആ സിറാത്ത്, ആ സബീൽ, അതാണ് മൊത്തത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മൾ ബർബഹാരിന്റെ ഒരു ഉദ്ധരണിയൊക്കെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അസുന്നത്തു ഇയൽ ഇസ്ലാം, അൽ ഇസ്ലാമു വസുന്ന. ഇസ്ലാം തന്നെയാണ് സുന്നത്ത്, സുന്നത്ത് തന്നെയാണ് ഇസ്ലാം. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തതായിട്ട് വിശദീകരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത രീതി, അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചത്,
അദ്ദേഹം ചെയ്ത് കാണിച്ചു തന്നത്, അദ്ദേഹം അംഗീകാരം കൊടുത്ത ആ ആസാറുകളാണെന്ത്? സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു. വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ. സുന്നത്ത് തുഫസ്സിറു വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു അൽ ഖുർആന, ഖുർആനിന്. കാരണം വഹിയ ദലായിലുൽ ഖുർആൻ, സുന്നത്ത് എന്നുള്ളത് ഖുർആനിലുള്ള ഗൈഡാണ്, അല്ലെങ്കിൽ ഖുർആനെ വിശദീകരിക്കുന്ന രേഖകളാണ്, ഖുർആനെ വിശദീകരിക്കുന്ന തെളിവുകളാണ്, ദലീല്. അതിന്റെ ഗൈഡാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഖുർആന്റെ വിശദീകരണം. അപ്പൊ സുന്നത്ത് എന്നുള്ളത് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകള്, അത് തന്നെയാണ് ഖുർആന്റെ വിശദീകരണം. അപ്പൊ സുന്നത്ത് ഖുർആനിന്റെ തഫ്സീറാണ്. അത് ആളുകൾ മനസ്സിലാക്കണില്ല. സുന്നത്ത് അപ്പോൾ അറിയേണ്ട ചില കാര്യങ്ങള് ഖുർആനിന്റെ ഗൈഡാണ്, ഖുർആനിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പോലെ തന്നെ വഹിയാണ് ഏത്? സുന്നത്ത്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആനെ പോലെ തന്നെ വഹിയാണ് സുന്നത്ത്. അത് അധികം ആളുകളും ചിന്തിക്കണില്ല. അതുകൊണ്ടാണ് ഹദീസുകളൊക്കെ നിഷേധിക്കുന്നത്, ഹദീസുകളെ പരിഹസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വഹിയാണെന്നുള്ള ബോധം അവർക്ക് വരുന്നില്ല. അതാരൊക്കെ പിൽക്കാലഘട്ടത്തില് യേശുവിന്റെ സുവിശേഷം 4 മത്തായി യോഹന്നാനൊക്കെ എഴുതിണ്ടാക്കിയതുപോലെ എഴുതിണ്ടാക്കിയൊരു സാധനമാണ് സുന്നത്ത് എന്നുള്ളതാണ് ഇവിടെ കേരളത്തില് ചില ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കതല്ല. സുന്നത്ത് എന്നുള്ളത് ഖുർആനിന്റെ തഫ്സീറാണ്, ഖുർആന്റെ ഗൈഡാണ്. സുന്നത്തില്ലാതെ ഖുർആനെ വിശദീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് എന്നുള്ളത് വഹിയാണ്. കാരണം ഖുർആനിന് വിശദീകരണം ആവശ്യമാണെന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം ലിതുബയ്യിന വഅൻസൽനാ ഇലൈക ദിക്റ. ഈ ദിക്റിനെ നാം നിനക്ക് അവതരിപ്പിച്ചത് എന്തിനാ? ലിതുബയ്യിന, എന്താ? ബയാൻ ചെയ്തു കൊടുക്കാനാണ്, വിശദീകരിച്ചു കൊടുക്കാനാണ്. സൂറത്തുൻ നഹ്ലിലെ 44-ാമത്തെ ആയത്ത്. അപ്പൊ ഖുർആനിന്റെ ബയാൻ ആവശ്യമാണ് എന്നുള്ളത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ ആ ബയാന് വഹിയാണ്, അതിൽ സംശയമുണ്ടോ? ആ ബയാന് വഹിയാണല്ലോ. അപ്പൊ ഖുർആനിന് വിശദീകരണം വേണം. അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു. എന്തിനാണ് ഖുർആനെ അള്ളാഹ് ഇറക്കിയത്? അത് ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് അത് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ആയത്ത് സൂറത്തുൻ നജ്മില്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. എന്താ അതിൽ കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞു? വമാ യൻതിഖു അനിൽ ഹവ. എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. എങ്ങനെ സംസാരിക്കുകയില്ല? അനിൽ ഹവ, ഹവക്കനുസരിച്ച്, ഇച്ഛക്കനുസരിച്ച്, തന്നിഷ്ടത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, നജ്മിലെ 3-4 ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം എന്ത് മാത്രമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന വഹ്യ് മാത്രമാണ്. അത് ഖുർആന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അത് വഹ്യാണ്. വളരെ വ്യക്തമായിട്ട് അത് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞപ്പോ അതിൽ ഒന്നേതാണ്? ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ പരിഹസിക്കുക, അതിനെ കളിയാക്കുക, അതിനെ എതിർക്കുക. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. അപ്പൊ ആൾക്കാർ ചിന്തിക്കും, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതായ കാര്യമില്ല, പിന്നെ എങ്ങനെ പോയി ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന സംഗതികളിൽ പെടുന്നുള്ളതാണ് ആൾക്കാർ ചിന്ത പോവുക. അത് കാരണം വഹിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമെന്നാണ് പുറത്തു പോകുന്ന പറഞ്ഞത്. സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിച്ചാല് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അതാണ് വമാ യൻതിഖു അനിൽ
ഹവ. അങ്ങനെ ഖുർആനില് വേറെ കുറെ ആയത്തുകൾ ഇത് സംബന്ധമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഖിയാമയില് സുമ്മ ഇന്ന അലൈന ബയാന ഖുർആനിൽ വന്നതാണ്. എന്ത്? പിന്നീട് ഈ ഖുർആന്റെ വിശദീകരിച്ചു തരൽ എന്റെ ബാധ്യതയാണ്. അപ്പൊ ആ വിശദീകരണം വഹിയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഏത്? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതാ? അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. അത് അതേപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ട്. എന്താ അർത്ഥം? അലാ, നിങ്ങൾ അറിയുവിൻ, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നി ഊതീതുൽ ഖുർആന, എനിക്കിതാ ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു, കണ്ടോ? അതേപോലത്തതും മഅഹു, അതിന്റെ കൂടെ അതേപോലത്തെ മറ്റൊന്നും മഅഹു, ആ ഖുർആന്റെ കൂടെ. അപ്പൊ രണ്ടും വഹിയാണ്, രണ്ടും വഹിയാണ്. അപ്പോ ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്നുള്ളത് കൊണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഖുർആനിന്റെ തഫ്സീറാണ്. യഥാർത്ഥത്തില് ഖുർആനിന്റെ വിശദീകരണമാണ് സുന്നത്ത് എന്നത്. അത് മനസ്സിലാക്കണം. അതാരോ എഴുതി വെച്ചത് ഏതോ നൂറ്റാണ്ടില്, അതൊക്കെ തെറ്റായ ധാരണയാണ്. സ്വഹാബികൾ തന്നെ ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഹദീസ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. എന്താണ് അല? നിങ്ങൾ അറിയുവിൻ, ഇന്നി ഊതീതുൽ ഖുർആന, തീർച്ചയായും എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു, അതേപോലത്തെ മറ്റൊന്നും. അതേതാ? ഖുർആനല്ലല്ലോ, അതേപോലത്തെ മറ്റൊന്നും. മഅഹു, അതിനോടൊപ്പം. ഏതിനോടൊപ്പം? ഖുർആനോടൊപ്പം. തുർമുദി ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി ഹസനാക്കിയ ഹദീസാണ്. അപ്പൊ അത് വഹിയാന്നുള്ളതിന്റെ തെളിവാണത്. ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ അസർ, അതൊക്കെ വഹിയാണെന്നുള്ളതിന്റെ തെളിവാണ്. അതേപോലെ തന്നെ നമുക്കറിയാം അബ്ദുല്ലാഹി ബിൻ അംറുൽ ആസ് എല്ലാം എഴുതി വെച്ചിരുന്നു. സംഭവം പഠിച്ചതല്ലേ? അങ്ങനെ ചില ആളുകൾ അത് വിലക്കി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിലും പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ തൃപ്തിയുള്ള സന്ദർഭത്തിലും പലതും സംസാരിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, ഇതെല്ലാം ചെയ്തിരിക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? അങ്ങനെ ഞാൻ എഴുത്തി അംസക്തു അനിൽ കിതാബി, ഞാൻ എഴുതുന്നത് നിർത്തിവെച്ചു. എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് ചോദിച്ചു ഇതിനെപ്പറ്റി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ഉക്തുബ്, എഴുതിക്കൊള്ളുക. ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിൻഹു ഇല്ലാ ഹഖ്ഖുൻ, എന്റെ ആത്മാവ്, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അള്ളാഹ് തന്നെയാണ് സത്യം. മാ ഖറജ മിൻഹു, അതായത് ഇതിൽ നിന്ന് പുറത്തു വരുന്നതല്ല, ഇല്ല ഹഖ്ഖുൻ, എന്ത്? ഹഖല്ലാതെ ഒന്നും ഇതിൽ നിന്ന് പുറത്തു വരില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സംബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അത് വഹിയാണ്. അപ്പൊ ആ ഒരു നിലപാടില്ലാത്തത് കൊണ്ടാണ് സുന്നത്തിനെ അവഗണിക്കുന്ന ഒരു രീതി മുസ്ലിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് സുന്നത്ത് തുഫസ്സിറുൽ ഖുർആന, അത് ഖുർആനിനെ വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. വഹിയ ദലാഇൽ ഖുർആൻ, അത് ഖുർആനിന്റെ ഗൈഡാണ്. അപ്പോ ഒന്നാമതായിട്ടാണ് മനസ്സിലാക്കേണ്ടത് സുന്നത്ത് എന്നുള്ളത് അത് വഹിയാണ്. രണ്ടാമതായിട്ട് അറിയേണ്ട കാര്യം എന്താ വെച്ചാല്, ഖുർആനിനെ വിശദീകരിക്കുന്നത് സുന്നത്ത് അത് പ്രധാനമായിട്ടും 3 രൂപത്തിലാണ്. ഖുർആനിനെ സുന്നത്ത് വിശദീകരിക്കുന്നത് പ്രധാനമായിട്ടും 3 ഇനങ്ങളിലൂടെ, 3 രൂപങ്ങളിലൂടെയാണ്. അതിലൊന്നാമത്തെ രൂപം, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഹദീസ് എന്ത് ചെയ്യാ? അത് വിശദീകരിക്കും, ഒന്നുകൂടി ശക്തിപ്പെടുത്തും. ഖുർആനിൽ പറഞ്ഞതായിരിക്കും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒന്നുകൂടി അതിനെ ശക്തിപ്പെടുത്തും. ഇതാണ് സുന്നത്തിന്റെ ഒരു വിശദീകരണം. ഖുർആനിന് സുന്നത്ത് കൊടുക്കുന്ന വിശദീകരണത്തിന്റെ ഒരു രീതി ഇതാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ. ഇപ്പൊ ഖുർആനിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു, അത് ഹദീസിൽ എന്തുണ്ടാവും? നിസ്കരിക്കണം എന്നുണ്ടാവും. അതേപോലെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു, ഹദീസിലുണ്ടാവും. ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, ഹദീസിലുണ്ടാവും. അങ്ങനെ കളവ് പറയരുത്. ഇങ്ങനെ ഓരോന്നും ഖുർആനിൽ വന്നിട്ടുള്ള അതേ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഹദീസ്
ശക്തിപ്പെടുത്തും. ഇതാണ് അതിന്റെ ഒരു രീതി. അത് നമുക്കറിയുന്നതാണ്. അത് ഓരോന്നും വിശദീകരിക്കാൻ സമയമല്ല, അതിന്റെ ആ പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ് സുന്നത്ത്. സുന്നത്ത് എന്നത് ഖുർആനിനെ വിശദീകരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. ഖുർആനിന്റെ ഗൈഡാണ് സുന്നത്ത്. അത് 3 രൂപത്തിലാണ് പറഞ്ഞു വരുന്നത്. ഖുർആനിലെ സുന്നത്ത് വിശദീകരിക്കുന്നത് 3 രൂപത്തിലാണ് പ്രധാനമായിട്ട്. അതൊന്ന്, ഖുർആനിൽ സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഒന്നുകൂടി അതിനെ സ്ഥാപിക്കുക, ഒന്നുകൂടി അതിനെ ശക്തിപ്പെടുത്തും. ഇതാണ് അതിന്റെ ഒരു രൂപം. ഖുർആനിൽ വന്നതുപോലെ തന്നെ ഹദീസുകളിലും വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ രൂപം, ഖുർആനിൽ വന്നിട്ടുള്ളതിനെ ബയാൻ ചെയ്യുക. അതാണ് നേരത്തെ നമ്മൾ ആയത്ത് ഉദ്ധരിച്ച് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ബയാൻ ചെയ്തു കൊടുക്കുക. കാരണം ഹദീസില്ലാതെ ഖുർആൻ ഒറ്റക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഖുർആൻ ഒറ്റക്ക് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത്തിഉല്ലാഹ വറസൂല, അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. അപ്പൊ അത് രണ്ടും പരസ്പര ബന്ധിതമാണ്. രണ്ടാമത്തെ ഇനം അതാണ്. സുന്നത്ത് എന്ത് ചെയ്യുന്നു? ആയത്തുകളെ ബയാൻ ചെയ്യുന്നു, ആയത്തുകളെ വിശദീകരിക്കുന്നു. അതിന് പല രൂപങ്ങളുണ്ട്. അതിന് 4 രൂപങ്ങളുണ്ട്, 4-5 രൂപങ്ങളുണ്ട്. പല പണ്ഡിതന്മാരും പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് 4 രൂപത്തിലൂടെ ആയിരിക്കും. ഒന്ന്, ബയാന് മുജ്മലിഹി, ഖുർആന് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും വിശദീകരിക്കുക. അതാണ് അതിന്റെ ഒരു രൂപം. രണ്ടാമത്തതില് ഒരു രൂപം എന്ത്? ഖുർആനിൽ മുജ്മലായിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്താ മുജ്മല്? മൊത്തത്തില്. അതിന്റെ വിശദീകരണം ഖുർആനിൽ ഉണ്ടാവില്ല. അതെവിടുന്ന കിട്ടുക? എന്റെ ഹദീസിനാണ് കിട്ടുക. അതാണ് പറഞ്ഞത് വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ വഹിയ ദലായിലുൽ ഖുർആൻ. അതിന്റെ ഉദാഹരണങ്ങൾ കുറെ ഉണ്ട്. നിസ്കരിക്കണം എന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ രൂപം ഖുർആനിലുണ്ടോ? ഇല്ല. അങ്ങനെയല്ല. നിസ്കാരം, നോമ്പ്, ഹജ്ജ് എല്ലാം അതൊക്കെ ആരാ ബയാൻ ചെയ്തിരുന്നേ? അതൊക്കെ ബയാൻ ചെയ്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അത് വഹിയാണ്. അതാണ് വമാ യൻതിഖു അനിൽ ഹവ അലാ ഇന്നി ഊതിതുൽ ഖുർആന വമിസ്ലഹു മഅഹു. അതായത് അപ്പൊ രണ്ടാമത്തതിൽ ഒന്നാമത്തെ രൂപം അതാണ്. എന്ത്? മുജ്മലായി പറഞ്ഞതിന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതിന്റെ വിശദീകരണങ്ങൾ അതാണ് അതിൽ ആ രണ്ടാമത്തതില് ഒന്നാമത്തെ. അത് മൊത്തത്തിലൊക്കെ. അപ്പൊ ഹജ്ജ് ഏത് മാസത്തിൽ ചെയ്യണം എന്ന് പോലും ഖുർആനിലുണ്ടോ? ഏത് മാസത്തിൽ ഹജ്ജ് ചെയ്യേണ്ടി ഖുർആനിലുണ്ടോ? ഒന്നും ഖുർആനിൽ തെരഞ്ഞെടുക്കാൻ കിട്ടൂല. സക്കാത്ത് അത് വർഷത്തിൽ കൊടുക്കണം, ഓരോ ദിവസവും കൊടുക്കണം, ആഴ്ചയിൽ കൊടുത്താൽ മതിയോ? അതിന്റെ ഒന്നും ഖുർആനിലല്ല. അപ്പൊ മുജ്മലായി പറഞ്ഞതിന് ബയാൻ ചെയ്യാം. അതിൽ രണ്ടാമത്തത് ആമായി പറഞ്ഞതിനെ ഖാസാക്കുക. ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആമായി പറഞ്ഞിട്ടുണ്ടാവും. അതിനെ എന്താക്കുക? ഖാസാക്കുക. അതുകൊണ്ടാണ് ഒരു ദീന് സംസാരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ അറിയണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. ശരി പറയുന്നതിന്റെ പകരം അബദ്ധം പറയും. കാരണം ഖുർആനിൽ അത് ആമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഹദീസിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഖാസാക്കി പറഞ്ഞിട്ടുണ്ടാവും. അത് തിരിയണം. ചിലത് ഖുർആൻ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. ഏത്? ചില സ്ഥലത്ത് ഖുർആനിൽ ആമാക്കി പറയും, ചില സ്ഥലത്ത് അത് ഖുർആൻ തന്നെ എന്താക്കിയിട്ട് അതേ പറഞ്ഞ കാര്യത്തെ ഖുർആൻ തന്നെ എന്താക്കിയിട്ടുണ്ടാവും? ഖാസാക്കിയിട്ടുണ്ടാവും. ഹദീസല്ല, ഖുർആൻ തന്നെ ഖാസാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരായത്ത് മാത്രം പിടിച്ചിട്ട് നമുക്ക് വിശദീകരിച്ചാൽ എന്ത് പറ്റും? അബദ്ധം പറ്റും. ഇപ്പോ
അങ്ങനെയുള്ള കുറെ സംഗതികള്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇദ്ദ. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ ഇരിക്കണം. എത്ര? ഖുർആൻ പറയുന്നുണ്ട്. എത്ര? 4 മാസവും 10 ദിവസവും. ഇതിലാ ഏതാ സൂറത്തില്? ബഖറയിലോ പറയുന്നുണ്ട്. എന്നാൽ അത് ആമായിട്ട് അവിടെ പറഞ്ഞു. അതെല്ലാവർക്കും ഉള്ള നിയമമാണോ? അല്ല. അതിൽ നിന്ന് ഒരു വിഭാഗത്തെ ഒഴിവാക്കിയത് ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് അടിച്ചുവിടാൻ പറ്റൂല. ആരൊഴിവാക്കിയത്? അല്ല, ഗർഭിണികളെ പ്രസവിച്ചാൽ എന്തായി? അവരുടെ ഇദ്ദ തീർന്നു. അതിനെ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഗർഭിണികളുടെ ഇദ്ദ അവര് പ്രസവിക്കുന്നത് വരെയാണ്. അപ്പൊ ഒരു സ്ഥലത്ത് അത് ആമാക്കി പറഞ്ഞു, വേറെ സ്ഥലത്ത് അതിൽ നിന്ന് വരെ ഖാസാക്കി. അവരതിൽ നിന്ന് ഒഴിവാക്കി. ഗർഭിണികളുടെ 4 മാസം 10 ദിവസം തികയണമെന്നുണ്ടോ? അല്ല, പ്രസവിച്ചാല് അവരുടെ ഇദ്ദ തീർന്നു. അത് അതിന്റെ വിശദീകരണങ്ങൾ വേറെ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാല് ഖുർആനില് ആമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. ഹദീസ് അതിനെന്താക്കും? ഖാസാക്കും. അതിനൊരു ഉദാഹരണമാണത്. അനന്തര സ്വത്ത് പറഞ്ഞെടുത്ത് എന്ത് പറഞ്ഞു? ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. മരണപ്പെട്ടുപോയ ആളുകള് അവരുടെ അനന്തര സ്വത്തുമായി ബന്ധപ്പെടുന്ന കാര്യം പറയുന്നുണ്ട്. അല്ല, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി സൂറത്ത് നിസായില് അത് പറയാൻ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വേറെ ഹദീസിൽ അതിൽ നിന്ന് കുറെ ആൾക്കാരെ ഒഴിവാക്കി. പ്രവാചകന്മാർ അനന്തരം എടുക്കുകയില്ല. അല്ലെ, അത് ഖുർആനിലില്ല. അപ്പൊ ഖുർആനിന് മൊത്തത്തിൽ ആമാക്കിയിട്ടാ പറഞ്ഞു. ആ ആമാക്കിയ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് അനന്തരം കിട്ടുമെന്നാണ്, അനന്തര സ്വത്തിന് അവകാശമുണ്ട് എന്നാണ് ആയത്തുനിന്ന് മനസ്സിലാകുക. പക്ഷെ ഹദീസ് അതിനെന്താക്കി? അവിടെ ഖാസാക്കി പറഞ്ഞു. ഇങ്ങനെ ഖുർആൻ ആമായി പറഞ്ഞതിനെ ഹദീസിൽ എന്താക്കുക? ഖാസാക്കുക. അതാണ് അതിന്റെ രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം മുത്തലക്കായി പറഞ്ഞതിനെ, നിരുപാധികമായി പറഞ്ഞതിനെ ഉപാധി വെക്കുക. ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുത്തലക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഹദീസിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഖൈദ് വെച്ചിട്ടുണ്ടാവും. ഖൈദ് പറഞ്ഞാല് ഉപാധി വെച്ചിട്ടുണ്ടാവും, ഒരു നിബന്ധന വെച്ചിട്ടുണ്ടാവും. ഖുർആനില് അതുണ്ടാവില്ല. അപ്പൊ ഖുർആന്റെ ആയത്ത് നമുക്ക് വിശദീകരിക്കാൻ പറ്റൂല ഈ ഹദീസ് നോക്കാതെ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് അബദ്ധം പറ്റും. അതുകൊണ്ടാണ് വിവരമില്ലാതെ അത് കൈകാര്യം ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ അബദ്ധം പറ്റും. അപ്പൊ മുത്തലക്കായി പറഞ്ഞതിനെ ഹദീസ് എന്ത് ചെയ്യാ? ഖൈദ് വെക്കുക, ഉപാധി വെക്കുക. അതിനുള്ള ഉദാഹരണമാണ് ഇത്. ഇപ്പൊ നേരത്തെ വസിയത്തിനെ പറ്റി പറഞ്ഞു, അല്ല അനന്തര സ്വത്തിനെ പറ്റി പറഞ്ഞു. അത് വിതരണം ചെയ്യേണ്ട രീതി ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞു മിംബഅദി വസിയത്തിൻ യുസി ബിഹാ ഔ ദൈൻ. അയാൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പിലാക്കേണ്ടത് അനന്തരാവകാശികളുടെ ബാധ്യതയാണ്. അതേപോലെ തന്നെ ആ കടം വെട്ടിക്കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് എന്ത് ചെയ്യണം? അത് പൂർത്തിയാക്കണം. എന്നാൽ ഹദീസിൽ അതിന്റെ നിബന്ധന വെച്ചു. എത്ര വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ? 3/1 പറ്റുള്ളൂ. അതിന്റെ അപ്പുറം പറ്റൂല. പക്ഷെ ഖുർആനിൽ അത് മുത്തലക്കായിട്ട് പറഞ്ഞു. ആ മരണപ്പെട്ടു പോയ ആള് അയാള് വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക എന്നത്, എന്നിട്ട് അത് തീരുമാനിച്ചതിന് ശേഷമായിരിക്കാൻ അനന്തരാവകാശികള് അവരുടെ വീതം അവർക്ക് ലഭിക്കുക. പക്ഷെ അവിടെ ഇത്രയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഹദീസിൽ അതിന്റെ ഒരു ഉപാധി വെച്ചു. ഒരാൾക്ക് എത്ര വസിയത്ത് ചെയ്യാം? സ്വത്തിന്റെ ആകള സ്വത്തിന്റെ 3/1 പാടുള്ളൂ. അതാ ഹദീസ്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പറയാനുള്ള ടൈമില്ല, നിങ്ങൾ നോക്കണത്. അപ്പൊ ഇത് ഹദീസിലാണ് അതിന്റെ വിശദീകരണം ഉണ്ടായത്. ഇതാണ് അതിന്റെ മൂന്നാമത്തെ രൂപം. നാലാമത്തത്, ഖുർആനിലെ ചില പദപ്രയോഗങ്ങൾ ഉണ്ടാവും, മുഷ്കിലായ ചില പദപ്രയോഗങ്ങൾ. അതിനെ വ്യക്തമാക്കുന്നത് എന്തായിരിക്കും? ഹദീസായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും സുന്നത്ത് എന്ന് പറഞ്ഞാല്.
അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഉദാഹരണമായിട്ട് സൂറത്ത് അൻആമിലെ 82-ാമത്തെ ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, വിശ്വസിച്ച ആളുകൾ അവരുടെ ഈമാനിൽ അവരുടെ ളുൽമ് കൂട്ടിക്കലർത്തിയിട്ടില്ല. അപ്പൊ സഹാബത്തിന് അത് പ്രയാസകരമായി. കാരണം അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ആരാണ്, ഞങ്ങളോട് ളുൽമ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ആയത്ത് സഹാബികൾക്ക് പ്രയാസമായി. കാരണം ഈമാൻ ഉണ്ടായതിനു ശേഷം പിന്നീട് ളുൽമ് ചെയ്യരുതെന്നാണ്. അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സ്വർഗമുള്ളത് എന്നാ ഖുർആൻ പറയണത്. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്. അപ്പൊ അത് ആ ആയത്തിന്റെ വിശദീകരണം എന്താന്നുള്ളത് അവർക്ക് കൃത്യമായില്ല, അവർക്ക് അത് ബോധ്യയില്ല. അപ്പൊ ആ സംശയം അവർ ചോദിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. അവിടെ പറഞ്ഞിട്ടുള്ള ദുൽമ് നിങ്ങൾ വിചാരിച്ച ദുൽമല്ല. ലുഖ്മാൻ മകനോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ദുൽമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആയത്ത് ഓതി കൊടുത്തു. ഏത്? ഇന്ന ശിർക ലദുൽമുൻ അലീം. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാണ്. ആ ആയത്ത് ഓതി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത് ഈ അൻആം 82-ാമത്തെ ആയത്തിൽ പറഞ്ഞ ദുൽമ കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ എന്തെന്നെയാണ്? ദുൽമ തന്നെയാണ്. അങ്ങനെ ദുൽമ ചെയ്ത ആളുകൾക്ക് നിർഭയത്വമോ സ്വർഗമോ അല്ല എന്നുള്ളതാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ സഹാബികൾക്ക് അത് പ്രയാസകരമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബയാൻ ചെയ്തു കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. ആ ദുൽമ കൊണ്ടുള്ള ഉദ്ദേശം ഷിർക്കാണ്. ലുഖ്മാൻ മകന് പറഞ്ഞു കൊടുത്തല്ലോ, ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന ലുഖ്മാനിലെ 13-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തിട്ട് അത് വിശദീകരിച്ചു കൊടുത്തു, അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഇങ്ങനെ കുറെ സംഗതികള്. സ്വലാത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് ചോദിച്ചു, എങ്ങനെയാണ് സലാം പറയേണ്ടത്? അത് ഞങ്ങൾക്കറിയാം, പക്ഷെ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് ആ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. ഇങ്ങനെ 4 രൂപങ്ങളാണ് അതിനുള്ളത്. അപ്പോ മൊത്തത്തില് മൂന്ന് ഇനാക്കി തിരിച്ചിട്ടുണ്ട്. അത് 2 ഇനങ്ങളാ നമ്മൾ പറഞ്ഞത്. 2ാമത്തെ ഇനത്തിലുള്ള 4 രൂപങ്ങള്. ഇനി അതിന്റെ 3ാമത്തെ ഇനം, 3ാമത്തെ രൂപം, ഖുർആനിലെ സുന്നത്ത് വിശദീകരിക്കുന്നതിന്റെ 3ാമത്തെ രൂപം എന്ത്? ഖുർആനിൽ ഇല്ലാത്ത വിധികള് അതെന്തിലുണ്ടാവും? ഹദീസിലുണ്ടാവും. കാരണം ഹദീസ് എന്നുള്ളത് സ്വതന്ത്ര പ്രമാണാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് 1ാം പ്രമാണം ഖുർആൻ, ഖുർആനില്ലെങ്കിൽ ഹദീസ്. അങ്ങനെയല്ല. പ്രമാണത്തിന്റെ കാര്യത്തിൽ രണ്ടും തുല്യാണ്. 1ാം പ്രമാണം 2ാം പ്രമാണം എന്നുള്ളത് അത് നമുക്കിടയിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ്. ദർജയില് അതിന്റെ ഫളിലാണ് എന്തുള്ളത്? വ്യത്യാസമുള്ളത്. ഖുർആന് ഹദീസും തമ്മിലുള്ള ഫളായിലുകളിൽ കുറെ വ്യത്യാസമുണ്ട്. ഖുർആൻ ഓതുന്നത് തന്നെ എന്താണ്? ഇബാദത്താണ്. അങ്ങനെ ഒരുപാട് അത് വേറെ വിഷയത്തെ മനസ്സിലാക്കണം. പക്ഷെ പ്രമാണങ്ങളുടെ കാര്യത്തിൽ എന്താണ്? രണ്ടും ഒരേപോലെയാണ്. ഖുർആനിലില്ല, ഖുർആനിലൊരു സംഗതി ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, അത് ഹദീസിൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കല് അത് ഹറാം തന്നെയാണ്. അതേപോലെ തന്നെ ഹദീസിലൊരു കാര്യം അനുവദിച്ചു, ഹലാലാക്കി, അത് ഖുർആനിൽ ഇല്ലെങ്കിലും ഹദീസിൽ അത് ഉണ്ടെങ്കിൽ അതെന്താണ്? ഹലാൽ തന്നെയാണ്. അപ്പൊ സ്വതന്ത്ര പ്രമാണാണ് സുന്നത്ത് എന്നുള്ളത്. ഖുർആനിൽ ഇല്ലെങ്കിൽ ഹദീസിൽ നോക്കുക എന്നുള്ളതല്ല. അപ്പോ അതാണ് അതിന്റെ 3ാമത്തെ ഇനം. എങ്ങനെ? ഖുർആനിൽ ഇല്ലാത്ത സ്വതന്ത്രമായ നിയമങ്ങൾ എന്തിലുണ്ടാകും? ഹദീസുകളിൽ ഉണ്ടാകും. ഒരുപാട് സംഗതികളില്ലേ, ഒരുപാട്. അതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. വ്യഭിചരിച്ചത് വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഖുർആനിലുണ്ടോ? അല്ല, അത് ഖുർആനിലില്ല. അത് വന്നിട്ടുള്ളത് ഹദീസിലാണ്. വിവാഹിതരാണെങ്കിൽ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്തേ ഉള്ളൂ? സൂറത്ത് തൗബയില് അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്തു ജൽദ. വ്യഭിചരിച്ച നൂറില് വ്യഭിചരിച്ച ആണ് പെണ്ണ്, വ്യഭിചരിച്ച ആണ് പെണ്ണ്, അവരെ നിങ്ങൾ 100 അടി വീതം അടിക്കുക. അതേ ഖുർആനിലുള്ളൂ.
പക്ഷെ ഹദീസിൽ വേറെ നിയമം തന്നെ കൊണ്ടുവന്നു. അത് വിവാഹിതരാണെങ്കിൽ എന്ത് ചെയ്യണം? എറിഞ്ഞു കൊല്ലണം. ആദ്യം ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു എന്നാണ്, പിന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ടു. നസ്ഖിന് പല രൂപങ്ങളുണ്ട്. ചിലത് ആയത്ത് തന്നെ ഖുർആനിലുണ്ടാവില്ല, അതിന്റെ വിധി നിലനിർത്തും. അതിൽപ്പെട്ട ഒന്നാണ് വ്യഭിചാരത്തിൻ്റെത്. വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ആയത്ത് ഉണ്ടായിരുന്നു ഖുർആനിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ആയത്ത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതനുസരിച്ച് അമല് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിവാഹബന്ധം നിഷിദ്ധമായവർ ആരൊക്കെയാണെന്നുള്ളത് ഖുർആന് കൃത്യമായി എണ്ണി പറയുന്നുണ്ട്. എന്നാൽ ഖുർആനിൽ ഇല്ലാത്തത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ട് സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കുക പറ്റുമോ? ആ നിയമം ഖുർആനിലില്ല, ഇത് ഹദീസിലുള്ള നിയമമാണ്. അപ്പൊ ശവം നിഷിദ്ധമാണെന്നാണ് ഖുർആനിലുള്ളത്. പക്ഷെ നമുക്കത് അനുവദിച്ചു. ഏത്? മത്സ്യം, ജറാദ് അനുവദിച്ചു. ഖുർആനിൽ പറഞ്ഞ എന്താ? നിങ്ങൾക്ക് ശവം നിഷിദ്ധ. അപ്പൊ അത് സ്വതന്ത്രമായ അങ്ങനെ ഒരുപാട് സംഗതികൾ, അത് സ്വതന്ത്രമായ പ്രമാണം തന്നെയാണ് ഇത് ഖുർആൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഏത്? ഖുർആനിനെ പോലെ തന്നെ മറ്റൊന്ന് എനിക്ക് നൽകപ്പെട്ട ഹദീസിന്റെ ബാക്കി ഭാഗത്തുള്ളത് ഇതാണ്. അവസാന കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ വരും, അവര് അല്ലെ അവരുടെ സുഖലോലുപത വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെന്താ? ഖുർആനിൽ എന്താണോ ഹലാലാക്കിയത് അത് ഞങ്ങൾക്ക് ഹലാല്, ഖുർആനിൽ എന്താണോ ഹറാമാക്കിയത് അത് ഞങ്ങൾക്ക് ഹറാമ്. അത് അവര് പറയും. എന്നിട്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അലാ നിങ്ങൾ അറിയണം, വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയത് കമാ ഹറമല്ലാഹ്, എന്താ? അല്ലാഹ് ഹറാമാക്കിയത് പോലെ തന്നെ. കണ്ടോ ആ ഹദീസിന്റെ പ്രയോഗം ശ്രദ്ധിച്ചോ? എന്താ? അലാ നിങ്ങൾ അറിയുവിൻ, വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയത് കമാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയത് പോലെ തന്നെ. അപ്പൊ സഹാബത്ത് അങ്ങനെ തന്നെയായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ മൂന്നാമത്തെ വകുപ്പ്. അപ്പൊ മൊത്തത്തില് എത്ര വിശദീകരിച്ചു? 3 അല്ലേ? ഇത് പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു കസീർ ഇതൊക്കെ അവര് ഇതിന്റെ വ്യത്യസ്തമായ രൂപത്തിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടി നോക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വസുന്നത്തു ഇൻദന, നമ്മുടെ അടുത്ത് അഹ്ലുസുന്നയുടെ അടുത്ത് സുന്നത്ത് ആസാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള ആസാറുകളാണ്. അതെന്താണ്? അത് ചെയ്താൽ കൂലുണ്ട്, ഉപേക്ഷിച്ചാൽ ഇല്ല എന്നതാണല്ല. വസുന്നത്തു, സുന്നത്ത് തുഫസ്സിറുൽ ഖുർആന, അത് ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. വഹിയ ദലായിലുൽ ഖുർആനി, അത് ഖുർആനിന്റെ ഗൈഡാകുന്നു, വഴികാട്ടിയാകുന്നു, ഖുർആനെ വിശദീകരിക്കുന്ന തെളിവുകളാകുന്നു, രേഖകളാകുന്നു സുന്നത്ത്. അതാണ് നമ്മൾ വിശദീകരിച്ചത്. ഏതൊക്കെ രൂപത്തിലാണ് സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്നത്. അപ്പൊ സുന്നത്ത് എന്നുള്ളത് വഹിയാണ്. അത് പ്രമാണങ്ങളിൽ എന്ത് വന്നോ അത് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. അസ്സുന്നത്തു ഇൻദന ആസാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആന വഹിയ ദലായിലുൽ ഖുർആൻ. ഇനി അതിന്റെ ബാക്കിയാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഉസൂലുകളായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.